ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 05/2025 കോഡ് ക്വസ്റ്റ്യൻ പേപ്പറിലെ 80 GK ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമ്മളിത് 6ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. മറ്റ് 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെയും വീഡിയോസ് നിങ്ങൾക്ക് ചാനലിൽ ലഭിക്കുന്നതായിരിക്കും. താല്പര്യമുള്ള കൂട്ടുകാർ കണ്ടു പഠിക്കാം. അപ്പോൾ ഇന്നത്തേതിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായത് ഏത്? മൃദുഭാവി ദൃഢകൃതി എന്നതാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം. അത് ശരിയാണ്. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. ഈ 2 ഓപ്ഷൻസാണ് ശരി. കേരള പോലീസിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്തെ കവടിയാറിലാണ് കേരള പോലീസിൻ്റെ ആസ്ഥാനം വരുന്നത്. അപ്പം മൃദുഭാവി ദൃഢകൃതി എന്നതാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. ആസ്ഥാനം തിരുവനന്തപുരത്തെ കവടിയാറിലാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. അതിൽ 1, 2, 4 കറക്റ്റ് ആൻസർ. ബക്രാനങ്കൽ സത്ലജ് നദി, ഹിരാക്കുണ്ട് മഹാനദി, സർദാർ സരോവർ നർമ്മദ നദി. തെഹരി ഡാം ഭഗീരഥി നദിയിലാണ്. തെഹരി ഡാം എവിടെയാണ്? ഭഗീരഥി നദിയിലാണ്. ബക്രാനങ്കൽ സത്ലജ്, ഹിരാക്കുണ്ട് മഹാനദി, തെഹരി ഡാം ഭഗീരഥി നദിയിലാണ്. സർദാർ സരോവർ നർമ്മദ. ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഹിമാചലും പഞ്ചാബും കൂടി ചേർന്നിട്ടാണ്. ഹിമാചൽ പ്രദേശിലും പഞ്ചാബിലും കൂടി ചേർന്നിട്ടാണ് ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഹിരാക്കുണ്ട് അണക്കെട്ട് ഒഡീഷയിലാണ്. സർദാർ സരോവർ ഡാം ഗുജറാത്തിലാണ്. തെഹരി ഡാം ഉത്തരാഖണ്ഡിലാണ്. തെഹരി ഡാം എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1, 2, 3 ശരി. കണ്ണൂർ ജില്ലയിലെ പാട്യത്താണ് ജനിച്ചത്. വാഗ്ഭടാനന്ദ ഗുരു കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ പാട്യത്താണ് വാഗ്ഭടാനന്ദൻ ജനിക്കുന്നത്. വാഗ്ഭടാനന്ദൻ കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 1906 തത്വപ്രകാശിക ആരുടേതാണ്? വാഗ്ഭടാനന്ദൻ്റെ. തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. തത്വപ്രകാശിക എന്ന് പറയുന്ന ഒരു വിദ്യാലയം 1906 വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. അപ്പോൾ വാഗ്ഭടാനന്ദൻ ആരംഭിച്ച മാസികയാണ് ശിവയോഗി വിലാസം. എന്നാണ്? 1914. 1906 ആരംഭിച്ച വിദ്യാലയമാണ് തത്വപ്രകാശിക. ശിവയോഗി വിലാസം മാസിക ആരുടേതാണ്? വാഗ്ഭടാനന്ദൻ്റേത്. 1914 അത് സ്ഥാപിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? സവർണ ജാഥ ഇതിനോടനുബന്ധിച്ചാണ് നടന്നത്. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ഈ 3 ഓപ്ഷൻസാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ സവർണ ജാഥ ഇതിനോടനുബന്ധിച്ച് നടന്നതാണ്. മന്നത്ത് പത്മനാഭൻ നടത്തിയ സവർണ ജാഥ ഇതിനോടനുബന്ധിച്ച് നടന്നതാണ്. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ ആരായിരുന്നു തിരുവിതാംകൂറിലെ മഹാരാജാവ്? ഭരണാധികാരി ആരായിരുന്നു? സേതു ലക്ഷ്മിബായി ആയിരുന്നു ഭരണാധികാരി. അപ്പോൾ സവർണ ജാഥ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സേതു ലക്ഷ്മിബായിയാണ് തിരുവിതാംകൂറിലെ ഭരണാധികാരി. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുടെ രചനകളിൽ പെടാത്തത് ഏത്? അതിൽ നമുക്ക് രാജാറാം മോഹൻ റോയുടെ രചനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, തുഹഫത്തുൽ മുവാഹിദീൻ, ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്. ഇത് 3 രാജാറാം മോഹൻ റോയുടെ രചനകളിൽ. എന്താണ്? പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, തുഹഫത്തുൽ മുവാഹിദീൻ, ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്. ഇതൊക്കെ രാജാറാം മോഹൻ റോയുടെ രചനകളാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ചലച്ചിത്ര അക്കാദമി എവിടെയാണ്? തിരുവനന്തപുരത്താണ്. കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂരാണ്. അപ്പോൾ ഈ 2 ഓപ്ഷനാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം, കേരള ഫോക്ലോർ അക്കാദമി എവിടെയാണ്? കണ്ണൂരാണ്. കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ.
കേരള മീഡിയ അക്കാദമിയുടെ ആസ്ഥാനം കാക്കനാടാണ്. കേരള മീഡിയ അക്കാദമിയുടെ ആസ്ഥാനം കാക്കനാട്. ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരാണ്. കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. ഓക്കെ. മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയം താലി. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920-ലാണ്. ഗാന്ധിജി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. ഈ 4 ഓപ്ഷൻസും ശരിയാണ്. അപ്പോൾ ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയം താലി. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920-ലാണ്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. ഈ 4 ഓപ്ഷൻസും ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനമാണ് ഇവിടെ തെറ്റായി കൊടുത്തിരിക്കുന്നത്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം ഫിലിപ്പീൻസിലെ മനിലയിലാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ്, ഗ്രീൻപീസ് ആംസ്റ്റർഡാം, ഇന്റർപോള് ലിയോൺ. അപ്പോൾ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഫിലിപ്പീൻസ്, മനിലയാണ്. ഫിലിപ്പീൻസിലെ മനിലയിലാണ്. നാറ്റോ ബ്രസൽസ്. ഗ്രീൻപീസിൻ്റെ ആസ്ഥാനം ആംസ്റ്റർഡാം. നാറ്റോ ബ്രസൽസ്, ഗ്രീൻപീസ് ആംസ്റ്റർഡാം, ഇന്റർപോൾ ലിയോൺ. എവിടെയാണ്? ഇന്റർപോൾ ലിയോൺ, ഗ്രീൻപീസ് ആംസ്റ്റർഡാം, നാറ്റോ ബ്രസൽസ്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് എവിടെയാണ്? ഫിലിപ്പീൻസിലെ മനില. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? അബ്ദുൽ കലാം ആസാദാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. അബ്ദുൽ കലാം ആസാദ്. ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് നമച്ച ബർവയാണ്. നമച്ച ബർവയാണ് ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത്. ഏതാണ്? നമച്ച ബർവ. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് കരീവ എന്നുള്ളൊരു മണ്ണിനാണ് കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ്. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് കരീവ. ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏതാണ്? നമച്ച പർവ. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? അബ്ദുൽ കലാം ആസാദ്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനമാണ് റാറ്റ് ഹോൾ മൈനിങ്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനമാണ് റാറ്റ് ഹോൾ മൈനിങ്. എന്താണ് റാറ്റ് ഹോൾ മൈനിങ്? ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനമാണ് റാറ്റ് ഹോൾ മൈനിങ്. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ് ടൈറ്റാനിയം ഓക്സൈഡ്. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഏതാണ്? ടൈറ്റാനിയം ഓക്സൈഡ്. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞു ഒഴുക്കുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഓക്സ്ബോ തടാകങ്ങൾ. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞു ഒഴുക്കുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഓക്സ്ബോ തടാകങ്ങൾ. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞു ഒഴുക്കുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് എന്താണ്? ഓക്സ്ബോ തടാകങ്ങൾ. നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. നറൗറ ആണവ നിലയം എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് കസാൻ, റഷ്യയിലെ കസാനിലാണ് 2024 ബ്രിക്സ് ഉച്ചകോടി നടന്നത്. 2024 ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? റഷ്യയിലെ കസാനിലാണ് 2024 ബ്രിക്സ് ഉച്ചകോടി നടന്നത്. ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? പഞ്ചസാര വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് ഗുർ, ഖണ്ഡസാരി എന്ന പദങ്ങൾ പഞ്ചസാര വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്. ഗുർ, ഖണ്ഡസാരി.
അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ആഗോള സുസ്ഥിര വികസനം. ആഗോള സുസ്ഥിര വികസനം, അതാണ് അജണ്ട 21. അല്ലെ, അജണ്ട 21 എന്നുള്ളത് എന്താണ്? ആഗോള സുസ്ഥിര വികസനമാണ്. ആഗോള സുസ്ഥിര വികസനമാണ് അജണ്ട 21. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ ഉൾപ്പെടുന്നവരാണ്. അപ്പോൾ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ ഉൾപ്പെടുന്നത് 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരും ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ ഉൾപ്പെടും. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷമാണ് 2010. 2010 ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായത്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായതെന്നാണ് 2010. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനമാണ് കേരളം. എന്താണ് ലഞ്ച് ബെൽ? ലഞ്ച് ബെൽ പദ്ധതി ആരംഭിച്ചത് ആരാണ്? കേരളം. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം കേരളം. താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? 2 മാത്രമാണ് ബന്ധമില്ലാത്തത്. ബന്ധമുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, അതേപോലെ നികുതി നൽകാതിരിക്കുക. ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ്? തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, നികുതി നൽകാതിരിക്കുക. താഴെ പറയുന്നവരിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? നവമഞ്ചരി. നവമഞ്ചരി ആരെഴുതിയതാണ്? ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥമാണ് നവമഞ്ചരി. ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം നവമഞ്ചരിയാണ്. അരുൾനൂൽ രചിച്ചത് രാമലിംഗ സ്വാമികളാണ്. അരുൾനൂൽ ആരുടേതാണ്? രാമലിംഗ സ്വാമികളാണ്. ആദിഭാഷയും വേദാധികാര നിരൂപണവും ചട്ടമ്പി സ്വാമികളുടേതാണ്. ആദിഭാഷയും വേദാധികാര നിരൂപണവും ചട്ടമ്പി സ്വാമികളുടേതാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? നവമഞ്ചരി. നവമഞ്ചരി ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥമാണ്. ആദിഭാഷയും വേദാധികാര നിരൂപണവും ചട്ടമ്പി സ്വാമികളുടേതാണ്. അരുൾനൂൽ എന്നുള്ളത് രാമലിംഗ സ്വാമികളുടെ കൃതിയാണ്. രാമലിംഗ സ്വാമികൾ രചിച്ച ഗ്രന്ഥമാണ് അരുൾനൂൽ. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശമാണ് ധോളവീര. ധോളവീരയിലാണ് നമ്മൾ ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശമാണ് ധോളവീര. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശമാണ് ധോളവീര. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. ഗുലാംഗിരി രചിച്ചത് ആരാണ്? ജ്യോതിറാവു ഫുലെയാണ്. ഗുലാംഗിരി രചിച്ചത് ജ്യോതിറാവു ഫുലെയാണ്. ഇതാണ് അവർ തെറ്റായി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആനി ബസന്റുമായി ബന്ധമുള്ളത് ഏതൊക്കെയാണ്? ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആനി ബസന്റാണ്. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചതും ആനി ബസന്റാണ്. അപ്പോൾ ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. ഗുലാംഗിരി എന്നുള്ളത് ആരുടേതാണ്? ഗുലാംഗിരി ജ്യോതിറാവു ഫുലെയുടേതാണ്. ഗുലാംഗിരി എന്നുള്ള ഗ്രന്ഥം. പാഞ്ചാലി ശബദം എഴുതിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. പാഞ്ചാലി ശബദം എഴുതിയത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതിയുടേതാണ് പാഞ്ചാലി ശബദം. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് EV രാമസ്വാമി നായ്ക്കറാണ്. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത്. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് തെലങ്കാന. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് തെലങ്കാന. ഇനി ഒരു ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ചേരുപടി ചേർക്കാനാണ്. അതിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏത് ആർട്ടിക്കിൾ, എവിടെ നിന്ന് മുതൽ എവിടം വരെയാണ് പറയുന്നതാണ്. 19 മുതൽ 22 വരെയുള്ള വകുപ്പുകളാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. 19 മുതൽ 22 വരെ. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയുള്ള വകുപ്പുകളിൽ പറയുന്നത് എന്താണ്? സമത്വത്തിനുള്ള അവകാശമാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിലാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23 മുതൽ 24 വരെയുള്ള വകുപ്പുകളിലാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയുള്ള ആർട്ടിക്കിളുകളിൽ പറയുന്നു. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെ.
മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെ, 23 മുതൽ 24 വരെയുള്ള ആർട്ടിക്കിളുകളിൽ ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യാണ്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, ശാസ്ത്ര വികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത്. ആരാണ്? രാഷ്ട്രപതി. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇതിൽ 1ഉം 2ഉമാണ് ശരി. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അവരുടെ വിരമിക്കൽ പ്രായം 65 വയസ്സാണ്. വിരമിക്കൽ പ്രായം എത്രയാണ്? 65 വയസ്സ്. രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. 2005 വിവരാവകാശ നിയമം അനുസരിച്ചാണ് വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശാണ് ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം. ഇത് ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരാണ് സുകുമാർ സെൻ. സുകുമാർ സെൻ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ആരാണ്? സുകുമാർ സെൻ. അന്യായമായി തടങ്കിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരവും ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 226 പ്രകാരവുമാണ്. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് സുപ്രീം കോടതിയും ഹൈക്കോടതികളും മാത്രമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുകയുള്ളൂ. അപ്പോൾ സുപ്രീം കോടതി ആർട്ടിക്കിൾ 32 പ്രകാരമാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഹൈക്കോടതി ആർട്ടിക്കിൾ 226 പ്രകാരവുമാണ് പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ റിട്ടുകൾ പുറപ്പെടുവിക്കുന്ന രണ്ട് കോടതിയാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും. മറ്റു കോടതികൾക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമില്ല. അപ്പം അന്യായമായി തടങ്കിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായിട്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏത്? ഹേബിയസ് കോർപ്പസ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ആനന്ദമഠം. ആനന്ദമഠം എന്നുള്ള കൃതിയിൽ നിന്നും എടുത്തതാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആനന്ദമഠം എന്നുള്ള കൃതിയിൽ നിന്നും എടുത്തതാണ്. താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജകുമാരി അമൃത് കൗർ, സരോജിനി നായിഡു. ഈ 4 പേരും അംഗങ്ങളായിരുന്നു. അപ്പം ഇവയെല്ലാം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള 4 വനിതകൾ ഏതൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജകുമാരി അമൃത് കൗർ, സരോജിനി നായിഡു. രാജകുമാരി അമൃത് കൗർ, സരോജിനി നായിഡു, ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭമാണ് ബുദ്ധമയൂരി. ഏതാണ് കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം? ബുദ്ധമയൂരി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഓപ്ഷൻസിൽ കബനിയാണ്. കബനി, ഭവാനി, പാമ്പാർ തുടങ്ങിയ 3 നദികൾ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ്. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരമാണ് PR ശ്രീജേഷ്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? വരയാടാണ്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമാണ് വരയാട്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമാണ് വരയാട്. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? രാമനാട്ടം എന്ന കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ. ഏറ്റവും ചെറിയ നദിയും ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന്? ചിങ്ങം 1 കേരളത്തിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത്. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം നാഫ്ത എവിടെയാണ് ഉപയോഗിക്കുന്നത്? കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് നാഫ്ത. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖമാണ് നീണ്ടകര. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖമാണ് നീണ്ടകര. 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്?
ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയതാണ് കലാപത്തിന് കാരണം. കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? രാമൻ നമ്പിയായിരുന്നു. അപ്പോൾ 1812 കുറിച്യ കലാപം നടക്കുന്നത്. കുറിച്യ കലാപത്തിന് നേതൃത്വം കൊടുത്തത് രാമൻ നമ്പിയായിരുന്നു. അധിക നികുതി ചുമത്തിയതാണ് കലാപത്തിന് ഇടയാക്കിയത്. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടനയാണ് നിഹോൺ ഹിഡാൻക്യോ. നിഹോൺ ഹിഡാൻക്യോ 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടനയാണ് നിഹോൺ ഹിഡാൻക്യോ. ഏതാണ്? നിഹോൺ ഹിഡാൻക്യോ 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന നിഹോൺ ഹിഡാൻക്യോ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയിയാണ് കാരിച്ചാൽ ചുണ്ടൻ. 70ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആരാണ്? കാരിച്ചാൽ ചുണ്ടൻ. ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? പണ്ഡിറ്റ് കറുപ്പൻ്റേതാണ് ജാതിക്കുമ്മി. പണ്ഡിറ്റ് കറുപ്പൻ്റേതാണ് ജാതിക്കുമ്മി. ശ്രീനാരായണ ഗുരുവിൻ്റേതാണ് ദർശനമാല. ചട്ടമ്പി സ്വാമികളുടേതാണ് പ്രാചീന മലയാളം. വൈകുണ്ഠ സ്വാമികളുടേതാണ് അഖിൽ തിരുട്ട്. അഖിൽ തിരുട്ട് ആരുടെയാണ്? വൈകുണ്ഠ സ്വാമികളുടേതാണ്. പണ്ഡിറ്റ് കറുപ്പൻ്റേതാണ് ജാതിക്കുമ്മി. അപ്പോൾ ദർശനമാല ശ്രീനാരായണ ഗുരു, പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികൾ, അഖിൽ തിരുട്ട് വൈകുണ്ഠ സ്വാമികൾ, ജാതിക്കുമ്മി പണ്ഡിറ്റ് കറുപ്പൻ. 2025 പ്രഥമ ഗോഗോ ലോകകപ്പ് വേദിയാക്കുന്ന രാജ്യം ഇന്ത്യയാണ്. 2025 പ്രഥമ ഗോഗോ ലോകകപ്പിന് വേദിയാക്കുന്ന രാജ്യം ഇന്ത്യ. വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച പ്രസിദ്ധമായിട്ടുള്ള നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നുള്ള നാടകം രചിച്ചത് ആരാണ്? വി.ടി. ഭട്ടതിരിപ്പാട്. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളിയാണ് അക്കാമ ചെറിയാൻ. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി അക്കാമ ചെറിയാൻ. ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിൽ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ.ബി. മേനോൻ? കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസിന് നേതൃത്വം കൊടുത്ത ആളാണ് ഡോക്ടർ കെ.ബി. മേനോൻ. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് കൂട്ട്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതിയാണ് കൂട്ട്. മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. അപ്പം മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ശ്രീനാരായണ ഗുരുവിനെയാണ്. മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവിനെയാണ്. സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനമാണ് ഓവ്യൂൾ വിത്താകുന്നു. ബീജസംയോഗത്തിന് ശേഷം ഓവ്യൂള് വിത്തായിട്ട് മാറുന്നു. എക്സിറ്റീവ് കൺസർവേഷന് ഉദാഹരണമാണ് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. എക്സിറ്റീവ് കൺസർവേഷന് ഉദാഹരണമാണ് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം ഏതാണ്? ഗോൾജി കോംപ്ലക്സ് ആണ്. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗമാണ് ഗോൾജി കോംപ്ലക്സ്. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗമാണ് ഗോൾജി കോംപ്ലക്സ്. താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ ഗ്ലോബുലിൻ എന്നുള്ളത് രക്തത്തിൽ കാണപ്പെടുന്ന പ്രോട്ടീനാണ്. രക്തത്തിൽ കാണപ്പെടുന്ന പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. ഏതാണ്? ഗ്ലോബുലിൻ. തന്നിരിക്കുന്നവയിൽ മാംസത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. ഇപ്പോൾ പ്രോട്ടിയേസ്, പെപ്സിൻ, ട്രിപ്സിൻ ഒക്കെ മാംസത്തിന്റെ ദഹനവുമായി ബന്ധമുള്ളതാണ്. ലിപ്പേസ് ആണ് ബന്ധമില്ലാത്തത്. അപ്പം മാംസത്തിന്റെ ദഹനവുമായി ബന്ധമുള്ളത് ഏതൊക്കെയാണ്? പ്രോട്ടിയേസ്, പെപ്സിൻ, ട്രിപ്സിൻ. പ്രോട്ടിയേസ്, പെപ്സിൻ, ട്രിപ്സിൻ. തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കുറവായിരിക്കും എന്നുള്ളത് തെറ്റാണ്. വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നു. അപ്പോൾ വാസോപ്രസിൻ ആണ് ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നത്. മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിന്റെ ഉൽപാദനം എന്തായിരിക്കും? കുറവായിരിക്കും. വാസോപ്രസിന്റെ ഉൽപാദനം കുറവായിരിക്കും. വാസോപ്രസിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണം കുറയും. അപ്പോൾ വാസോപ്രസിന്റെ ഉൽപാദനം കുറയുമ്പോൾ വൃക്കയിലെ ജലത്തിന്റെ പുനരാകിരണം കുറയും. അപ്പോൾ വാസോപ്രസിന്റെ ഉൽപാദനം കുറയുന്ന സമയത്ത് എന്തായിരിക്കും? എപ്പോഴും മൂത്രം ഒഴിക്കാനായിട്ട് നമുക്ക് തോന്നും അല്ലേ? അപ്പോൾ വാസോപ്രസിനാണ് നമ്മുടെ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നത്. അപ്പം മഴക്കാലത്ത് വാസോപ്രസിന്റെ ഉൽപാദനം കുറവായിരിക്കും. വേനൽക്കാലത്ത് വാസോപ്രസിന്റെ ഉൽപാദനം കൂടുതലായിരിക്കും.
അപ്പോൾ അതായത് വൃക്കയിലേക്ക് ജലത്തിൻ്റെ പുനരാകിരണം ആ സമയത്ത് കൂടുതലായിരിക്കും വേനൽക്കാലത്ത്. അതായത് വാസോപ്രസിൻ്റെ അളവ് അന്നേരം എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ ആഗിരണം കുറവായിരിക്കും. വാസോപ്രസിൻ്റെ അളവ് കൂടുമ്പോൾ ആഗിരണം എന്തായിരിക്കും, ആഗിരണം അന്നേരം കൂടുതലായിരിക്കും. മഴക്കാലത്ത് തണുപ്പ് കാലത്തും വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും. അപ്പോൾ ആ സമയത്ത് എന്തായിരിക്കും, ആഗിരണവും അവിടെ എന്തായിരിക്കും, ജലത്തിൻ്റെ ആഗിരണം കുറവായിരിക്കും. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനയിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. അപ്പോൾ ഇതിൽ 1ഉം 2ഉം ശരിയാണ്, 3ഉം 4ഉം തെറ്റാണ്. എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസ് രോഗമാണ്. ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസ് ആണ്. അതേപോലെ ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. ഇതിൽ ഡിഫ്തീരിയ എന്നുള്ളത് ബാക്ടീരിയ രോഗവും മലമ്പനി എന്നുള്ളത് ഒരു പ്രോട്ടോസോവൽ രോഗവുമാണ്. അപ്പോൾ പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവ മൂലമാണ് മലമ്പനി ഉണ്ടാകുന്നത്. ഡിഫ്തീരിയ ഒരു ബാക്ടീരിയൽ രോഗമാണ്. ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയയും വൈറസ് രോഗങ്ങളാണ്. ഈഡിസ് കൊതുകുകളാണ് ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയയും പരത്തുന്നത്. അപ്പോൾ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നുള്ളത് വൈറസ് രോഗങ്ങളാണ്. ഈഡിസ് കൊതുകുകൾ മൂലമാണ് അത് ഉണ്ടാകുന്നത്. ഡിഫ്തീരിയ ഒരു ബാക്ടീരിയൽ രോഗമാണ്. മലമ്പനി എന്നുള്ളത് പ്രോട്ടോസോവൽ രോഗമാണ്. പ്ലാസ്മോഡിയം പ്രോട്ടോസോവയാണ് അതിന് കാരണം. ക്ഷയം, എലിപ്പനി എന്നുള്ളത് ബാക്ടീരിയ രോഗമാണ്. എയ്ഡ്സ്, നിപ്പ എന്നുള്ളത് വൈറസ് രോഗമാണ്. ക്യൂണിക്കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുയൽ വളർത്തലുമായി ബന്ധപ്പെട്ടതാണ് ക്യൂണിക്കൾച്ചർ. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധിയാണ് തെന്നി നീങ്ങുന്ന സന്ധി. നമ്മുടെ കൈക്കുഴയിലും കാൽക്കുഴയിലും കാണപ്പെടുന്നത് തെന്നി നീങ്ങുന്ന സന്ധിയാണ്. കൈക്കുഴ, കാൽക്കുഴ തുടങ്ങിയ സ്ഥലങ്ങളിൽ കാണപ്പെടുന്നത് തെന്നി നീങ്ങുന്ന സന്ധിയാണ്. സിനാപ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ എഴുതുക. എന്തിനാണ് സിനാപ്സ്? പേശികോശത്തിനും ന്യൂറോണിനും ഇടയിലാണ് കാണപ്പെടുന്നത്. 2 ന്യൂറോണുകൾക്കിടയിലാണ് കാണപ്പെടുന്നത്. 2 ന്യൂറോണുകൾക്കിടയിൽ കാണപ്പെടുന്നു. പേശികോശത്തിനും ന്യൂറോണുകൾക്കിടയിലും കാണപ്പെടുന്നു. അപ്പോൾ പേശികോശത്തിനും ന്യൂറോണുകൾക്കിടയിലും സിനാപ്സ് കാണപ്പെടുന്നുണ്ട്. 2 ന്യൂറോണുകൾക്കിടയിലും സിനാപ്സ് കാണപ്പെടുന്നുണ്ട്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകമാണ് ഫ്ലൂറിൻ. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീലാണ് അൽനിക്കോ. സ്ഥിരകാന്തങ്ങൾ അല്ലെങ്കിൽ പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീലാണ് അൽനിക്കോ എന്നുള്ളത്. താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏത്? ബേക്കലൈറ്റ് തെർമോപ്ലാസ്റ്റിക് അല്ല. പോളിത്തീൻ, പോളിവിനൽ ക്ലോറൈഡ്, നൈലോൺ ഒക്കെ തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? പോളിത്തീൻ, പോളിവിനൽ ക്ലോറൈഡ്, നൈലോൺ. പോളിത്തീൻ, പോളിവിനൽ ക്ലോറൈഡ്, നൈലോൺ തുടങ്ങിയവ തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണങ്ങളാണ്. പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റുദർഫോർഡ്. പ്രോട്ടോണിന് ആ പേര് നൽകിയത് ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡാണ്. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് അതാണ് ത്വരണം. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് എന്താണ്? ത്വരണം. ബലത്തിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ. ഒരു വസ്തുവിനെ അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏത്? അറ്റോമിക് റിയാക്ടറുകൾ ഗ്രീൻ എനർജിക്ക് ഉദാഹരണമല്ല. സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, ഹൈഡ്രോ ഇലക്ട്രിക് പവറൊക്കെ ഗ്രീൻ എനർജിക്ക് ഉദാഹരണങ്ങളാണ്. കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം അൾട്രാസോണിക് ആണ്. അപ്പോൾ കടലിൻ്റെ ആഴം നമ്മൾ അളക്കുന്നത് സോണാർ എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ചിട്ടാണ്. അതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം അൾട്രാസോണിക് തരംഗങ്ങളാണ് സോണാറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 80 GK ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ പഠിച്ചത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ കൂടുതൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായി പഠിച്ച് ഇനി വരുന്ന എല്ലാ എക്സാമുകളും നന്നായി എഴുതുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.